പ്രൈസ് ദി ലോർഡ്. 123 സങ്കീർത്തനം. ധാർഷ്ട്യക്കാരുടെ ചുറ്റും നിന്നുകൊണ്ട് പരിഹാസമേൽക്കുന്ന, നിന്നയേൽക്കുന്ന ഒരാൾ തീർച്ചയായും ദൈവത്തിലേക്ക് നോക്കും എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം കൂടിയാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായി സാധിക്കും. നമ്മൾക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ യജമാനനായ ദൈവത്തിലെങ്കിലേക്ക് നോക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. എന്നാൽ പലപ്പോഴും പല ആളുകളും ലോകത്തിലേക്ക് നോക്കി, ചുറ്റുപാടുകളിലേക്ക് നോക്കി ആശ്വാസം കൊള്ളുകയും ചുറ്റുപാടുകളിൽ നിന്ന് അതിന് പ്രതിവിധി കണ്ടെത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരു ദൈവവിതലിനെ സംബന്ധിച്ച് സഹായമായ പർവ്വതത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ ഇന്ന് നോക്കുമ്പോൾ. ആത്മീയ ലോകത്തും സഹായമായ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം നമ്മുടെ ചുറ്റുപാടുകളിലേക്കും നമ്മുടെ സാധ്യതകളിലേക്കുമാണ് നാം പലപ്പോഴും നോക്കുന്നത്. നമ്മുടെ സാധ്യതകളെക്കാൾ ഉപരിയായി നമുക്ക് വേണ്ടി സഹായം ചെയ്യുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട് എന്ന് നാം തീർച്ചയായും മനസ്സിലാക്കണം. വാക്യത്തിലേക്ക് കടന്നു ഒന്നാം വാക്യത്തിൽ വായിച്ചാൽ, കണ്ണുകളെ ഉയർത്തുക. യെരൂശലേമിലെ ആലയത്തിലേക്കാണ് അവർ കടന്നു പോകുന്നത് എങ്കിലും യെരൂശലേമിൽ തങ്ങളുടെ ജനത്തോട് കൂടെ ഇരിക്കുന്ന കർത്താവ് സ്വർഗത്തിൽ വസിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ്. നമ്മുടെ ചുറ്റുപാടിലെ കാഴ്ചകൾ നമുക്ക് പ്രയാസകരമാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാടിലെ കാഴ്ചകൾ നമുക്ക് പ്രതിസന്ധിയാണെങ്കിൽ നാം ഉയരത്തിലേക്ക് നോക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. പ്രതിസന്ധികളുടെ നേരെ കണ്ണുകൾ അടയ്ക്കരുത്. പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ കണ്ണുകൾ അടയ്ക്കാറാണ് പതിവ്. കണ്ണുകൾ അടയ്ക്കുക എന്ന് പറയുമ്പോൾ ഇനിയും ഈ പ്രതിസന്ധി എനിക്ക് താങ്ങുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പരിഭവത്തിൻ്റെ വാക്കുകളും ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ടുള്ള ചിന്താഗതിയിൽ നാം മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ദൈവത്തിന് നേരെ നമ്മൾ കണ്ണുകൾ അടയ്ക്കുകയാണ്. നമ്മുടെ ചുറ്റുവട്ടങ്ങളെ നാം ഇരുട്ടാക്കി മാറ്റുകയാണ്. അങ്ങനെ ഇരുട്ടാക്കുക വഴി നമ്മുടെ വഴികൾ അടയുവാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കുവാൻ തക്കവണ്ണം സാധ്യതകൾ നമ്മൾ ഒരുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ തുറക്കുക, ഉയരത്തിലേക്ക് നോക്കുക. നമ്മുടെ ആശ്രയമായ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തിയെങ്കിൽ മാത്രമേ അവിടെ നിന്നും മറുപടി നമുക്ക് ലഭ്യമാകുകയുള്ളൂ. സങ്കീർത്തനം 25:15 അതൊന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിങ്കലേക്കാകും. ഒരു ഭക്തന്റെ വാക്കാണ്. പലപ്പോഴും നമ്മുടെ വാക്കുകൾ, മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും എപ്പോഴും നമ്മുടെ സാധ്യതകളിലേക്ക് നോക്കുമ്പോൾ ഭക്തനെ സംബന്ധിച്ച് സാധ്യതകളെ മാറ്റി നിർത്തി കർത്താവിങ്കലേക്ക് നോക്കുന്നു. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ നമുക്കൊരുപാട് സാധ്യതകളുണ്ട്. അതിന് പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് സാധ്യതകൾ അവിടെ നിൽക്കട്ടെ, അവൻ ആശ്രയം വെക്കുന്നത് തങ്ങളുടെ കർത്താവിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ ആദ്യം മുട്ടുമടക്കി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഭക്തന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകും. കണ്ണ് യഹോവയിങ്കലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ പരമാധികാരിയായ ദൈവത്തിങ്കലേക്ക് നോക്കുന്നു. പരമാധികാരിയായ ദൈവത്തിങ്കലേക്ക് നോക്കാതെ നമ്മൾ മറ്റുള്ളതിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. എപ്പോഴും ഭക്തൻ നോക്കുന്നത്, നമുക്കറിയാം, യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണും: കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഭക്തന്റെ കാഴ്ച എപ്പോഴും ദൈവത്തിങ്കലേക്കാണ്. എന്നാൽ ലോകത്തിലെ ഇന്നത്തെ വിശ്വാസികളെ സംബന്ധിച്ച്, ഇന്നത്തെ വിശ്വാസികളെ മൊത്തമായി പറയുകയല്ല, ചില ആളുകൾ വിശ്വാസം പറയുന്നുണ്ടെങ്കിലും അവർ നോക്കുന്നത് ഈ ലോകത്തിൽ മാത്രമാണ്. ഈ ലോകത്തിൽ നോക്കുന്നത് മറ്റ് ദേവന്മാരെ നോക്കുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ സാധ്യതകളും. എന്നാൽ ഇവിടെ ഭക്തൻ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് ഉയർന്നും പൊങ്ങിയുമായ സിംഹാസനത്തിൽ ഇരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 41-ാം വാക്യത്തിൽ ഈ സംഭവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമാണ്
യെശയ്യാവ് കണ്ടത് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. കർത്താവിൻ്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം നമ്മൾ ഇടയാകണം എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ നമ്മളോട് പറയാം. മാത്രമല്ല, നമ്മൾ ആവശ്യങ്ങൾ ഉയർത്തി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തുമ്പോൾ നമുക്ക് മതിയായവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ഏത് ആവശ്യമായിക്കോട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈ ലോകത്തിൽ ഏത് പ്രതിസന്ധിയാണെങ്കിലും നമ്മളുടെ ആ പ്രതിസന്ധി, നമ്മുടെ പ്രയാസം, നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റുവാൻ തക്കവണ്ണം കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഒരു പുതിയ ദൈവവിശ്വാസിക്ക് തങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന്, ക്രിസ്തുയേശുവിൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് പൂർണ്ണമായി തീർത്തു തരുന്ന മതിയായ ഒരു കർത്താവുണ്ട് എന്ന് നാം തിരിച്ചറിയണം. മാത്രമല്ല, നമ്മുടെ കർത്താവ് തീർത്തു തരുവാൻ തക്കവണ്ണം ഔദാര്യ മനസ്കതയുള്ളവനാണ്, ഔദാര്യ മനസ്സനാണ് നമ്മുടെ കർത്താവ്. കർത്താവിൽ വിശുദ്ധിയോടെ വിശ്വസിച്ചുകൊണ്ട് നാം കർത്താവിങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ എല്ലാ നന്മകളെയും എല്ലാ ദാനങ്ങളുടെയും ഉറവിടമായ കർത്താവ് എന്തും തരുവാൻ തക്കവണ്ണം മതിയായവനാണ് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഔദാര്യ മനസ്കനാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നമുക്കറിയാവുന്ന വാക്യമാണ്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ, ഈ ലോകത്തിലെ നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ മനസ്സിനെയും വെച്ചുകൊണ്ട് നമ്മൾക്ക് കർത്താവ് യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹബന്ധം ഉണ്ട് എന്ന് പറയുന്നിടത്ത് വസ്തുവിധം വെച്ചാൽ മതി. അന്നോടെ എന്ത് ചെയ്യും? എല്ലാ സ്നേഹബന്ധവും ഈ നല്ല ദാനങ്ങളെ തരുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്, ഔദാര്യവാനാണ്. ഇന്നേക്ക് ആവശ്യമുള്ളത് നമ്മൾക്ക് തരുവാൻ തക്കവണ്ണം അവൻ മതിയായവനാണ്, അവന് കഴിവുണ്ട്. ഇന്നേക്ക് അന്നത്തേക്കുള്ള ആവശ്യങ്ങൾ ചോദിക്കാനാണ് ദൈവം നമ്മളോട് പറയുന്നത്. നമ്മളൊരു 10 വർഷത്തേക്ക് അപ്പുറത്തേക്കുള്ള ആവശ്യമാണ് ദൈവത്തോട് നമ്മളെപ്പോഴും ചോദിക്കുന്നത്. ഇന്നത്തേക്കുള്ളതൊന്നും നമുക്ക് വേണ്ട. ഇന്നത്തേക്കുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 5-6 വർഷം മുമ്പേ നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ എന്ത് ചെയ്യുന്നു? ആളുകൾ മുന്നമയെ കരുതി വെക്കുക. മുന്നമയെ കരുതേണ്ടത് നാം ദൈവത്തെയാണ്. ദൈവത്തെ കരുതുന്നുവെങ്കിൽ ആ നല്ല ദാനങ്ങളെ നമ്മൾക്ക് തരുവാൻ തക്കവണ്ണം ദൈവം മതിയായവനാണ്. മാത്രമല്ല, ഉയരത്തിലേക്കുള്ളത് നോക്കി ഉയരത്തിലുള്ളതാണ് നാം ആഗ്രഹിക്കേണ്ടത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ നോക്കുക, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ്. ക്രിസ്തുവിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളതാണ് അന്വേഷിക്കേണ്ടത്. നമ്മുടെ അന്വേഷണങ്ങളെല്ലാം നാളത്തേക്കുള്ളത് ആണ് എങ്കിൽ കർത്താവ് പറയുന്നു, ഉയരത്തിലുള്ളത് നാം അന്വേഷിക്കണം. ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവർക്ക് ഭൂമിയിലുള്ളതിനെ മറക്കുവാൻ, ഭൂമിയിൽ നമ്മൾക്ക് നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ നാളെ വലിയൊരു പ്രതിസന്ധി, നാളെ വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ എറിയപ്പെടും എന്ന് നമുക്ക് മനസ്സിലായാൽ പോലും ഉയരവുമായി നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ, ദൈവവുമായൊരു ബന്ധമുണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളെ, ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, കഷ്ടങ്ങൾ സാരമില്ല എന്ന്, നഷ്ടങ്ങൾ സാരമില്ല എന്ന് ഭക്തൻ പാടുവാൻ തക്കവണ്ണം കഴിഞ്ഞത് ഉയരത്തിലേക്ക്. ഈ ലോകത്തിലെ എന്തൊക്കെ വേണമെങ്കിലും നഷ്ടമായി പോയിക്കോട്ടെ, നഷ്ടപ്പെട്ടാൽ
ചെയ്താലും എന്ത് ചെയ്ത് നമ്മളത് സാരമില്ല എന്ന്, നമുക്കൊന്നും നഷ്ടപ്പെടുവാനായിട്ട് നമ്മൾക്ക് മനസ്സില്ല. മാത്രമല്ല നമ്മൾ മറ്റുള്ളവൻ്റെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും, കിട്ടിയാൽ കൊള്ളാം എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് ഇന്ന് പലരും ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ നഷ്ടങ്ങൾ, ഈ ലോകത്തിലെ നഷ്ടങ്ങൾ നമുക്ക് സ്വർഗത്തിൽ ലാഭകരമാക്കുന്നൊരു ദൈവത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു എങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദാനിയേലിന് എതിരായി രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് യെരുശലേമിന് നേരെ, അതാ ദൈവത്തിങ്കലേക്ക് അവൻ വാതിലുകൾ തുറന്ന് മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തുന്നവന് മറുപടിയുണ്ട്. പക്ഷേ വേറൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ദേവദാസൻ പറഞ്ഞതുപോലെ കൃപ ലഭിച്ചവനുണ്ട്, പ്രതിസന്ധിയുണ്ട്. ഇവിടെയും നമ്മൾക്ക് ദൈവത്തിങ്കലേക്ക് കണ്ണുയർത്തുമ്പോൾ ഈ ലോകത്തിലെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കടി ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾക്കു മുകളിൽ കൂടെ നമ്മൾക്ക് കടന്നു പോകണം എന്നുണ്ടെങ്കിൽ ദൈവത്തിങ്കലേക്ക് കണ്ണുയർത്തിയാൽ മാത്രമേ നമ്മൾക്ക് കഴിയുകയുള്ളൂ. പ്രാർത്ഥിക്കുന്നവന് ഒരുപക്ഷെ സിംഹക്കൂട്ടിൽ അടച്ചു എന്ന് വരാം, അവിടെ കഴിയേണ്ടി വന്നേക്കാം. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ നാം മനസ്സിലാക്കണം, ജീവനുള്ള ദൈവത്തിൻ്റെ മകനായ ദാനിയേലേ എന്ന് വിളി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നാം മനസ്സിലാക്കണം. പ്രതിസന്ധികൾക്കപ്പുറം നമ്മളെ ഓമനത്വം ചൊല്ലി വിളിക്കുന്ന, നമ്മളെ ദൈവത്തോട് ചേർത്ത് വായിക്കുന്ന ഒരു വാക്കുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ മകനായ ദാനിയേലേ, ദാനിയേലേ, നീ എന്തിനാണ് സിംഹക്കുഴിയിൽ അകപ്പെട്ടത്? ഈ പ്രതിസന്ധിയിൽ നീ എന്തിനാണ് അകപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, നാളെ ജീവനുള്ളൊരു ദൈവമുണ്ട് എന്ന് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനാണ് ചില പ്രതിസന്ധികളിൽ കൂടെ നമ്മളെ ദൈവം കടത്തിവിടുന്നത്. അപ്പോൾ പ്രതിസന്ധികൾ ഒരു പ്രയാസമായി കരുതണ്ട, പ്രതിസന്ധി ഒരു പ്രശ്നമായി കരുതേണ്ട. നാളെ നമ്മുടെ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തത് അത്ഭുതത്തോടെ, അതിശയത്തോടെ കാണുന്ന ഒരു ചുറ്റുപാട് നമുക്കുണ്ടാകും. ആ ചുറ്റുപാടുകളുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ഭക്തൻ ഈ പ്രതിസന്ധിയിൽ പ്രതികരിക്കാതെ, ഈ പ്രതിസന്ധിയിൽ തളർന്നു പോകാതെ, ഈ പ്രതിസന്ധിയിൽ കരഞ്ഞ് അവൻ ജീവൻ നഷ്ടപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ്? അവന് ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധ്യതകളെ ദൈവം ഒരുക്കുന്നതാണ്. രക്ഷ വരുന്നത്, കൃപ വരുന്നത് മുകളിൽ നിന്നാണ്. മുകളിലേക്ക് തീയണം, നമ്മുടെ കണ്ണുകൾ ഉയർത്തണം എന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. മറ്റുള്ളവരിലേക്ക് കണ്ണുകൾ പോയാൽ, നമ്മുടെ സ്നേഹിതരിലേക്ക്, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക്, നമ്മുടെ ബന്ധുക്കളിലേക്കൊക്കെ നമ്മുടെ കണ്ണുകൾ ഉയർത്തിയാൽ അവരൊക്കെ പലപ്പോഴും നമ്മളെ ചതിക്കും, നമ്മളെ നിന്ദിക്കും. നിന്ന സഹിക്കുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും സാധിക്കുകയില്ല. നമ്മൾ തൊഴിലിടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ പോലും എന്തുണ്ട്, നിന്ന നമ്മൾക്ക് നേരെ വരാറുണ്ട്. എന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ മാത്രമേ നമ്മൾക്കതിൽ നിന്ന് മടങ്ങി വരുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. നമ്മൾ ഈ ലോകത്തിൽ ആരിലും ആശ്രയിക്കരുത്. എന്നാൽ ഉപദേശിയിൽ ആശ്രയിച്ചേക്കാം, പ്രവാചകന്മാരിൽ ആശ്രയിച്ചേക്കാം എന്നും കരുതരുത്. നമ്മുടെ വിഷയങ്ങൾ നാം ആണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരു പ്രത്യേക ഒരാൾ പ്രാർത്ഥിച്ചാൽ വിഷയങ്ങൾ മാറുമെന്ന് കരുതരുത്. പ്രാർത്ഥന രോഗസൗഖ്യമുള്ളവരുണ്ട്, അവരുടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഞാനീ പറയുന്നത്. നമ്മുടെ ഒരു പ്രശ്നം നേരിടുമ്പോൾ നമ്മൾ ചിലരെ ഫോക്കസ് ചെയ്ത് അവരിലേക്ക് മാത്രം എത്തുന്ന ആ സ്വഭാവം നമ്മൾക്ക് മാറ്റണം. പ്രാർത്ഥനാ വരം എന്നൊരു വരമില്ല. പ്രാർത്ഥിക്കുവാൻ എല്ലാ ദൈവമക്കൾക്കും ദൈവം കൃപ നൽകിയിട്ടുണ്ട്. പ്രാർത്ഥിച്ച് നമ്മുടെ വിഷയങ്ങൾക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് മറുപടി ലഭിക്കും. 38 വർഷമായി ബെഥെസ്ദ കുളക്കടവിൽ കിടന്ന ആ രോഗിയായവർ, പല ഉപദേശിമാരും വന്നു കാണും, പല സൗഖ്യദായകന്മാരും വന്നു കാണും. പക്ഷെ അവർക്കൊന്നും അവനെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ പണം, അവൻ്റെ കീശ, അവൻ്റെ ഭിക്ഷയാചിച്ച പണം പലരും നിനക്ക് സൗഖ്യം തരാം, നിന്നെ ഞാൻ അടുത്ത ദൂതം കുളക്കലവ് നിന്നെ എടുത്ത് അതിൻ്റെ തൊട്ട് എറിഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവൻ്റെ പണം നഷ്ടമായത് മാത്രമേ ഉള്ളൂ.
നമ്മുടെ പണം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെടുത്തുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നാം പോകുവാൻ തക്കവണ്ണം ഇടയാകരുത്. നമ്മുടെ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക. രണ്ടാം വാക്യം വായിച്ചാൽ ഇവിടെ യജമാനൻ ദാസ ബന്ധമാണ്. നമ്മൾ ഫിലേമോന്റെ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ദാസനും അടിമയും. പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾക്ക് ദാസ അടിമ ബന്ധത്തിൽ നമ്മൾക്ക് സങ്കീർത്തനങ്ങളിൽ പലയിടത്തും നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നു. ദൈവവചനം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ ദാസൻ യജമാനനോട് എങ്ങനെ നിൽക്കുന്നുവോ അതുപോലെ നാം ദൈവസന്നിധിയിൽ നോക്കണം എന്നാണ് ദൈവവചനം ഉദാഹരണത്തിൽ കൂടെ അല്ലെങ്കിൽ ആലങ്കാരിക ഭാഷയിൽ സങ്കീർത്തനക്കാരൻ നമ്മളോട് ഇവിടെ പറയുന്നത്. ദൈവജനം ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കണം എന്നാണ് പറയുന്നത്. വിനയത്തോടെ നാം താഴ്മയോടെ, നമുക്കറിയാം യജമാനന്റെ അല്ലെങ്കിൽ മുതലാളിയുടെ അടുക്കൽ എന്താണ് ഒരു തൊഴിലാളി എങ്ങനെ നിൽക്കുന്നുവോ അതുപോലെ നിൽക്കണം എന്നാണ് ദൈവവചനം ഇവിടെ പറയുന്നത്. ദാസന്റെ ആവശ്യങ്ങൾക്കു നേരെ മുഖം തിരിക്കുന്ന ഒരു യജമാനനല്ല നമുക്കുള്ളത്. ദാസന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്, ഒരു യജമാനനുണ്ട്. ആ യജമാനനെ സങ്കീർത്തനക്കാരനായി ഇവിടെ വരച്ചു കാട്ടുന്നു. അതുകൊണ്ടാണ് 118 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് പറയുന്നത്. യജമാനിലേക്ക് ആശ്രയിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ ആ കൃപ ചെയ്യുവോളം എന്ത് ചെയ്യുന്നു? നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ കൃപ ചെയ്യുവോളം ആ യജമാനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ദിവസം പറഞ്ഞു, ഹാനോക്കിന് നോഹയ്ക്കൊക്കെ ദൈവത്തിന്റെ കൃപ ലഭിച്ചു. തൻ്റെ ആവശ്യങ്ങളുടെ മേലുള്ള കൃപ അത് ലഭിക്കുവോളം യജമാനന്റെ കരങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. മടുത്തു പോകാതെ, നിരാശപ്പെടാതെ യജമാനന്റെ കരങ്ങളിലേക്ക് മടുത്തു പോകാതെ നോക്കുക. അപ്പോൾ ദൈവമക്കൾക്ക് അല്ലെങ്കിൽ യജമാനന്റെ ഭാഗത്ത് നിന്ന് ദാസന് മറുപടിയുണ്ട്. യജമാനനുമായുള്ള നമ്മുടെ ബന്ധം തകർക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. അതിന് അവൻ ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നിടും. നീ ഇപ്പോൾ യജമാനന്റെ മുമ്പിലേക്ക് നോവണ്ട, നീ പോകണ്ട, നിനക്ക് തൽക്കാലം ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് നമ്മുടെ ചുറ്റുപാട് നിന്ന് നമ്മളെ പിശാച് പ്രലോഭിപ്പിക്കാറുണ്ട്. എന്നാൽ നാം പിശാചിന്റെ പ്രലോഭനങ്ങളിലേക്ക് പോകരുത്. അത് വലിയ ചതിക്കുഴികളിലേക്ക്, വലിയ ചതിയിലേക്ക്, വലിയ നിരാശയിലേക്കൊക്കെ നമ്മൾക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കുമെങ്കിലും യജമാനനിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തണം. യജമാനനുമായുള്ള നമ്മുടെ ബന്ധം നാം ദൃഢമാക്കണം. ഫിലേമോന്റെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ കാണുന്നു. പൗലോസ് എഴുതുന്നുണ്ട്, ഒനോസിമോസ് ഇനിയും ദാസനല്ല, ദാസനുമീതെ പ്രിയ സഹോദരൻ തന്നെ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ വീട്ടിലെ അടിമയായിരുന്ന ഫിലേമോൻ, അവൻ ദൈവത്തെ അറിഞ്ഞ് ഞാൻ നിന്റെ അടുക്കലേക്ക് അവനെ വിടുന്നു എങ്കിൽ ഇനിയും അവൻ ദാസനല്ല, ദാസനുമീതെ പ്രിയ സഹോദരൻ ആണ് എന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ നാം മനസ്സിലാക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ ദാസയജമാന ബന്ധമായിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം നമ്മൾക്ക് വിഭാവനം ചെയ്യുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശമാണ്. നാം മാറി നിൽക്കേണ്ട. നമ്മുടെ ആവശ്യങ്ങൾ പിതാവിനോട് പറയുന്നത് പോലെ എന്ത് ചെയ്യാം? നമ്മൾക്ക് പറയാം. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞതുപോലെ അന്നന്ന് തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട്. പിതാവിൻ്റെ പക്കൽ ആവശ്യത്തിന് അനുഗ്രഹങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഇപ്പം യുവാനും ഏതനും അതിൻ്റെ പപ്പ കുറച്ചേറെ മുട്ടായി ചോക്ലേറ്റ് വാങ്ങിച്ചു വെച്ചത് ഒരുപാട് ഒരു 3-4 മാസത്തേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ചോദിക്കുന്നതിനെ കൊടുക്കും, അല്ലേ? ആവശ്യമുള്ളപ്പം ആവശ്യമുള്ളതുപോലെ അവർക്ക് കഴിക്കാം. എന്നാൽ ഓരോ ദിവസത്തെ ഇന്നത്തെ എനിക്ക് ഇങ്ങനെ തന്നേരെ, നാളത്തെ ഇങ്ങനെ തന്നേരെ, എന്നിട്ട് വാങ്ങിച്ച് മാറ്റി വെക്കൂ? ഇല്ല. കാരണം എന്താണ്? പിതാവ് എനിക്ക് തരും എന്നുള്ള അവരുടെ വിശ്വാസമുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തേക്ക് ആവശ്യമല്ല ചോദിക്കുന്നത്. എന്താണ്? നമ്മൾ നാളത്തേക്ക് ആ തക്ക സമയത്ത് എന്ത് ചെയ്തില്ല, വഴിയൊക്കെ തുറന്നില്ലെങ്കിൽ പ്രശ്നമാകും. കർത്താവേ, നീ ഞങ്ങൾക്ക് മുമ്പേ
നീ തന്നു വെച്ചേക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ദൈവത്തിന് തൻ്റെ മക്കൾക്ക് ആ അനുഗ്രഹങ്ങൾ കൊടുക്കുവാൻ തക്കവണ്ണം കഴിയുന്നവനാണ്. യജമാനൻ അറിയാം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത് എപ്രകാരമാണ്, തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് യജമാനന് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. 3-4 വാക്യങ്ങളിലേക്ക് വരാം, നമുക്ക് സമയമില്ല. അഹങ്കാരികളായ പരിഹാസികളുടെ, സുഖിയന്മാരായ പരിഹാസികളുടെ ചിത്രമാണ് നമ്മൾക്കിവിടെ കാണുന്നത്. പരിഹസിക്കുന്ന ആളുകൾ. നാം ദൈവത്തെ അറിഞ്ഞു എന്നതിൻ്റെ പേരിൽ, ദൈവനാമത്തിൽ നാം നിൽക്കുന്നു എന്നതിൻ്റെ പേരിൽ, നമ്മൾ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മളോട് പറഞ്ഞില്ലെങ്കിലും നമ്മളെ പരിഹസിക്കുന്ന ആളുകൾ. പരിഹാസികളെയും നിഗളികളെയും ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. പലപ്പോഴും നാം നിഗള മനോഭാവം നമ്മളിൽ ഉണ്ടാകരുത്. അവിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നിഗളം നമ്മളിലേക്ക് കടന്നു വരും. ആ നിഗളം ഉണ്ടാകാതെ വണ്ണം ദൈവസന്നിധിയിൽ നാം ജീവിക്കണം. അപ്പോൾ തന്നെ ദൈവനാമത്തെ പ്രതി നമ്മളെ പരിഹസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 56-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ മനുഷ്യർ വന്യമൃഗങ്ങളെ പോലെയാണ്, അങ്ങനെ വിഴുങ്ങുവാനാണ് ശത്രു ശ്രമിക്കുന്നത്. നമ്മളെ ഒന്നുമില്ലാതാക്കിക്കൊണ്ട് നമ്മളെ വിഴുങ്ങിക്കളയുക, നമ്മളെ വേരോടെ പിഴുതു കളയുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ ലക്ഷ്യം. അതിന് അവൻ നമ്മളെ പരിഹസിക്കുന്നു. മറ്റു പല വഴികളും നോക്കി നാം തകർന്നു പോകുന്നില്ല എന്ന് കരുതുമ്പോൾ കൂട്ടമായി ചേർന്നുകൊണ്ട് നമ്മളെ പരിഹസിക്കാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നാം പരിഹാസ കഥാപാത്രമാകുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ കഥാപാത്രമായി നമ്മൾ ഉൾവലിയുന്നതിൻ്റെ കാരണം നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്നുള്ള പേര്. നമുക്കറിയാം, നെഹമ്യാവ് മതിലു പണിയുവാൻ തക്കവണ്ണം പോയപ്പോൾ സൻബല്ലത്ത് പറയുന്നുണ്ട്, നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ഈ ദുർബലരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? ഒരു ദിവസം കൊണ്ട് ഇതിൻ്റെ പണി തീർത്ത് കളയുമോ? വെന്തുകിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർക്ക് ഈ കല്ലുകളെ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയും. പരിഹസിക്കുക എന്നുള്ളത് ശത്രുവിൻ്റെ അവൻ്റെ പ്ലാനാണ്, അവൻ്റെ പദ്ധതിയാണ്, അവൻ്റെ സ്വഭാവമാണ് പരിഹസിക്കുക. നമുക്കറിയാം ദാവീദിനെ ഗോലിയാത്ത് പരിഹസിക്കുന്ന കാണുന്നു. മാത്രമല്ല ശിമൈ വന്ന് ദാവീദിനെ പരിഹസിക്കുന്നുണ്ട്. അവനെ വീണുപോയ, അവനെ തകർന്നുപോയ അവനെ ചവിട്ടുവാൻ തക്കവണ്ണമാണ്. അങ്ങനെ ചവിട്ടുന്ന ആ മനോഭാവത്തിലേക്ക് ശിമൈ എത്തിച്ചേർന്നു. നോക്കുക, ശിമയുടെ അന്ത്യം നമുക്കറിയാം. അവനെ കൊന്നുകളഞ്ഞതായി നമുക്ക് മനസ്സിലാക്കേണ്ടപ്പോൾ പരിഹസിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത്. നമ്മുടെ കർത്താവിനെയും പരിഹസിച്ചിട്ടുണ്ട്. മാമോനെയും ദൈവത്തെയും കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ പരിഹസിച്ചു. മാത്രമല്ല, യേശുക്രിസ്തു മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 39 മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 39. യായിറോസിന്റെ മകൾ മരിച്ചു. യേശുക്രിസ്തു ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കരച്ചിലുകാരുണ്ടായിരുന്നു. അവിടെ സങ്കടപ്പെട്ട് കരച്ചിലുകാർ, അവരെ കൂലിക്കെടുത്തവരാണ്. അവർ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു പറയാ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ എന്ന് പറയുമ്പോൾ അവനെ പരിഹസിക്കുന്നു. മാത്രമല്ല, യേശുക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ യേശുക്രിസ്തുവിനെ പീലാത്തോസും ഹെരോദാവും ഒക്കെ പിടിക്കുമ്പോഴെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ജനം യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ പലപ്പോഴും യേശുക്രിസ്തുവിനെ കളിയാക്കുന്ന പരീശന്മാരും സദൂക്യരുടെയും ഒക്കെ ഒരു വലിയ കൂട്ടമുണ്ടായിരുന്നു. അവർ ക്രൂശിങ്കൽ വന്നപ്പോഴും യേശുക്രിസ്തുവിനെ പരിഹസിച്ചതായി ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് കാണുന്നുണ്ട്. ക്രൂശിലെ ക്രിസ്തുവിനെ ജനങ്ങളും പടയാളികളും എന്ത് ചെയ്തു? പരിഹസിച്ചു. അതുകൊണ്ട് അത് യെശയ്യാവ് കണ്ടിട്ട് പറയുകയാണ്, 53:3 പറയുന്നു, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായി തീർന്നു. അവനെ നാം ആദരിച്ചതുമില്ല എന്ന് കാണുന്നുണ്ട്. നോക്കുക, നമ്മുടെ കർത്താവിനെ നിന്ദിച്ചുവെങ്കിൽ തീർച്ചയായും നമ്മളെയും കർത്താവിൻ്റെ നാമം പ്രതി നമ്മളെ നിന്ദിക്കുവാൻ തക്കവണ്ണം ഇടയാകും. നമുക്കറിയാം, ഇയ്യോബിനെ അവൻ്റെ സ്നേഹിതന്മാർ, ഇയ്യോബ് പറയുന്നു, 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചു, നിങ്ങൾ എന്നെ
പരിഹസിച്ചു എന്ന് പറഞ്ഞു. നമുക്കറിയാം ഹന്ന പരിഹാസ കഥാപാത്രമായ ആ ഒരാളാണ്. എന്നാൽ ഇവരെല്ലാം നാം മനസ്സിലാക്കുമ്പോൾ ആ പരിഹാസത്തിൽ നിന്ന് അവരെ ദൈവം വിടുവിച്ചു. പരിഹാസത്തിൻ്റെ നടുവിലും നിശബ്ദമായി നിൽക്കുവാൻ കഴിയുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. പരിഹാസം വരുമ്പോൾ ഞാൻ നിന്നെ പ്രാർത്ഥിച്ച് തകർക്കുമെന്ന് പറയുന്നവൻ ഒരു യഥാർത്ഥ വിശ്വാസിയല്ല. പെന്തക്കോസുകാരുടെ ഒരു മെയിൻ പരിപാടിയാണ്. ആരെങ്കിലുമൊക്കെ പരിഹസിച്ചാൽ, ആരെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാൽ പറയും, ഞാൻ നാളെ പ്രാർത്ഥിക്കും, മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നവനാടാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വെല്ലുവിളിക്കുന്ന ആൾക്കാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ദൈവം ഒന്നും ചെയ്യത്തില്ല. പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത് നിന്നെ ആയിരിക്കും ചിലപ്പം ദൈവം ചവിട്ടിക്കൂട്ടി ഓടിച്ചു മടക്കിയവിടെ. ദൈവത്തിൻ്റെ നാമത്തിലുള്ള വെല്ലുവിളികളും ഒക്കെ മാറ്റേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവനല്ല. നമ്മുടെ ആഗ്രഹങ്ങൾ, ദൈവനാമത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെങ്കിലും നമ്മുടെ അനാവശ്യ ആഗ്രഹങ്ങളെയൊക്കെ സാധിച്ചു തരുന്നവനല്ല ദൈവം. നമ്മുടെ വാക്കുകളൊക്കെ നാം പലപ്പോഴും ദൈവനാമത്തിന് വിരുദ്ധമായാണ് ഉപയോഗിക്കാറ്. നമ്മുടെ ചിന്താഗതികളും നമ്മുടെ ആശയങ്ങളും വെച്ച് ദൈവവചനത്തെ നാം മാറ്റിക്കളയരുത്. ഇവിടെ നോക്കുക, ക്രൂശിലെ ക്രിസ്തുവിനെ പരിഹസിച്ചു എങ്കിൽ നമ്മളെയും തീർച്ചയായും പരിഹസിക്കും. പരിഹസിച്ചപ്പോഴും മിണ്ടാതെ നിൽക്കുക. യേശുക്രിസ്തു പരിഹസിച്ചപ്പോൾ, യേശുക്രിസ്തു ദൈവമല്ലേ, ഒറ്റ വാക്കുകൊണ്ട് എല്ലാം തീർക്കാം. പക്ഷേ നമ്മൾക്ക് വേണ്ടി, നമ്മുടെ വിടുതലിനു വേണ്ടി യേശുക്രിസ്തു മൗനമായിരുന്നു. പലപ്പോഴും നമ്മളെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ നാം നിശബ്ദരായി നിൽക്കുന്നുവെങ്കിൽ അവരെയും നമ്മൾക്ക് ക്രിസ്തു യേശുവിൽ നേടുവാനുള്ള സാധ്യതകൾ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവിങ്കിലേക്ക് നാം കരമുയർത്തണം. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഇടത്തേക്കുള്ള അത് അന്വേഷിക്കുവാനാണ്. ഒറ്റ വാക്കോടെ വായിച്ചിട്ട് നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 12-2 മുതൽ. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുക. എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഒരു പുതിയ നിയമ വിശ്വാസി നോക്കേണ്ടത് വിശ്വാസത്തിൻ്റെ നായകനും, അല്ലെങ്കിൽ വിശ്വാസം നമ്മളിൽ അങ്കുരിക്കുവാൻ തക്കവണ്ണം, കർത്താവിനെ കാണുവാൻ തക്കവണ്ണം ഇടയാക്കിയ ആ വിശ്വാസത്തിൻ്റെ നായകനും അതിന് പൂർത്തി വരുത്തുന്നവനും, ആ വിശ്വാസത്തെ നമ്മൾ ക്രിസ്തുവിലേക്ക് എത്തത്തക്ക രീതിയിൽ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നാം എന്ത് ചെയ്യണം? നോക്കണം. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അതായത് തൻ്റെ മുമ്പിലിരിക്കുന്ന, അല്ലെങ്കിൽ തനിക്ക് വരുവാൻ പോകുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. ഈ ലോകത്ത് അവൻ അപമാനം സഹിച്ച് ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ഈ ലോകത്ത് അപമാനം സഹിച്ചുകൊണ്ട് ആ സന്തോഷം, അവന് ലഭിക്കുവാൻ പോകുന്ന സന്തോഷം ലക്ഷ്യമാക്കി വലത്തുഭാഗത്ത് ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. പ്രതിസന്ധി വരാം, പ്രയാസം വരാം, പരിഹാസം വരാം. അപ്പോൾ നാം എന്തു ചെയ്യണം? നമ്മൾ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ച യേശുക്രിസ്തുവിനെ ധ്യാനിച്ചു കൊള്ളുവാനാണ് നമ്മളോട് പറയുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതും കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുവാനാണ്. നമുക്ക് പ്രയാസം വന്നോട്ടെ, പ്രതിസന്ധി വന്നോട്ടെ, പ്രശ്നങ്ങൾ വന്നോട്ടെ, മരണം വന്നോട്ടെ, എന്ത് തന്നെ വന്നെന്നാലും നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുവാൻ, ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ, ഈ ലോകത്തിൽ നമ്മൾക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാണ്.